നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ബേക്ക്ഡ് ഫിഷ് വിത്ത് സ്പൈസി റൈസ് ആണ്. ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബേക്ക്ഡ് ഫിഷ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കാളാഞ്ചിയാണ്. അത് വൃത്തിയാക്കിയിട്ട് നടുകെ ഇങ്ങനെ പിളർന്ന് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് കാളാഞ്ചിയോ ആഗോലിയോ അല്ലെങ്കിൽ നെയ്മയോ ഉള്ള ഏത് മീൻ ഉപയോഗിച്ചും വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി വെളുത്തുള്ളി ഉണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി. അതുപോലെ ചുമന്നുള്ളി ഉണ്ട്, അതും 8 അല്ലി. ഇഞ്ചി ഒരു 2 കഷ്ണം. ഇത് റെഡ് ക്യാപ്സിക്കം ആണ്. ഇത് പകുതി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി. പിന്നെ നമുക്ക് മല്ലിയില വേണം, അതുപോലെ തന്നെ പുതിനയില വേണം. പിന്നെ ജീരകം 1 ടീസ്പൂൺ. ഇത് കുരുമുളകാണ്, അത് 1 ടീസ്പൂൺ. ഉപ്പ് പാകത്തിന്. ഞാൻ ഒലിവ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് 1/4 കപ്പ്. അതുപോലെ ചെറുനാരങ്ങ, ഇത് ചെറുനാരങ്ങയുടെ തൊലി കളഞ്ഞിട്ട് കുരുവും കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇനി ഈ ബേക്ക്ഡ് ഫിഷിനുള്ള മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം മിക്സിയുടെ ചെറിയ ബൗളിലേക്ക്. അതുപോലെ തന്നെ ചുമന്നുള്ളി ഇടാം. ഇനി ഇഞ്ചി, ഇത് ജീരകമാണ്, 1 ടീസ്പൂൺ ജീരകം. അതുപോലെ കുരുമുളക്, ഇതും 1 ടീസ്പൂൺ തന്നെയാണ്. ഇനി നമുക്ക് നാരങ്ങ, 2 നാരങ്ങ തൊലി കളഞ്ഞ് കുരു കളഞ്ഞ് വച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇടണം. ക്യാപ്സിക്കം ഇടാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഈ ഞെട്ടൊന്ന് കളഞ്ഞിട്ട് ഇടാം. ഞെട്ടും അതുപോലെ തന്നെ അതിൻ്റെ നടുക്കത്തെ ആ പോർഷൻ, അതുപോലെ തന്നെ കുരുവും എല്ലാം കളഞ്ഞിട്ട് നമുക്കിടാം. ഇത് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കറിയാം ഈ ക്യാപ്സിക്കം നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ളതാണ്, ഭയങ്കര മാംസളമായ ഇതായതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പം അങ്ങ് അരഞ്ഞ് കിട്ടും പെട്ടെന്ന്. മുഴുവനെ ഇടുക. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേണം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ മസാലയ്ക്ക് വേണ്ടത്രേ. നമ്മുടെ മീനിൽ അത്യാവശ്യം വലിപ്പമുള്ള മീനായതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒലിവ് ഓയിലാണ്, 1/4 കപ്പ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പകുതിയോളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. അരച്ച് ഈ പേസ്റ്റ് റെഡിയാക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഫിഷിലേക്ക് പരട്ടാം. നമുക്കിനി ഇത് ഈ മീനിൽ, ഇത് കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം എല്ലാം കളഞ്ഞു വെച്ചേക്കുന്ന മീനാണ്. ഈ മീനിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മറ്റേ സൈഡിലൂടെ നമുക്ക് ഈ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പരട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബേക്ക് ചെയ്യുന്നൊരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. ഈ മീനിൽ നമ്മൾ മസാല നന്നായിട്ട് പരട്ടി. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് നമ്മളിത് അരച്ചെടുത്തത്. ഇനി കുറച്ച് ഒലിവ് ഓയിൽ മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒലിവ് ഓയിൽ ചേർക്കുന്നത്. നമുക്കിത് അവനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ഫിഷ് ബേക്ക് ചെയ്യാൻ വെച്ചത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. ഇതാ നമ്മൾ ഒരു സൈഡ് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ കുറച്ചുകൂടി ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയിട്ട് കിട്ടാൻ വേണ്ടി വയ്ക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാനുള്ള, ഈ ബേക്ക്ഡ് ഫിഷിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സ്പൈസി റൈസും കൂടി നമുക്ക് ഉണ്ടാക്കാം.
ബേക്ക്ഡ് ഫിഷിൻ്റെ കൂടെ കഴിക്കാനുള്ള ഈ സ്പൈസി റൈസ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിനായിട്ട് ഇത് ബസ്മതി അരിയാണ്, 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 4 കപ്പ് വെള്ളം. ഇനി നമ്മൾ ആ മസാല ഉണ്ടാക്കിയല്ലോ ഫിഷ് ബേക്ക് ചെയ്യാനായിട്ടുള്ള, ആ മസാലയുടെ മിച്ചമാണ് ഇതൊരു 2 ടേബിൾ സ്പൂൺ ഈ ഫിഷ് മസാല വേണം. ഇത് തക്കാളി, 2 തക്കാളി അരച്ച് വെച്ചതാണ്, വെള്ളമൊന്നും ചേർക്കാതെ ചുമ്മാ തക്കാളി പേസ്റ്റായിട്ട് അരച്ച് വെച്ചതാണ്. ഇനി ഇത് ഗ്രാമ്പു 1 ടീസ്പൂൺ, അതുപോലെ ഏലക്ക ഒരു 6 എണ്ണം, ഇത് കറുവാപ്പട്ട അത് 2 കഷ്ണം, റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്, അതും കുറച്ച്. ഇനി ഉപ്പ് പാകത്തിന്. ഇത്രയാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മസാല, അതായത് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതും ചേർക്കാം. ഇത് മൂത്ത് കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ഫിഷ് ബേക്ക് ചെയ്യാനായിട്ട്, നമ്മൾ ഫിഷിൽ പുരട്ടാനായിട്ട് തയ്യാറാക്കി വെച്ച നമ്മുടെ ഫിഷ് മസാലയുണ്ട്, അതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. മസാല മൂത്തിട്ടുണ്ട്, നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് വഴന്നു, ഇത് കണ്ടോ വെള്ളമൊക്കെ വലിഞ്ഞ് ഇത് ഉരുണ്ട് വരാൻ തുടങ്ങി. മസാല വഴന്നതിൻ്റെ ഒരു സൈനാത്. അപ്പം നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ്, ഞാൻ പറഞ്ഞു തക്കാളി, 2 തക്കാളി ചുമ്മാ അരച്ച് വെച്ചേക്കുന്നതാണ്, ഇത് ചേർത്തു. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. എന്നാ വെച്ചാൽ നമ്മൾ ഈ ഫിഷ് മസാലയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ള ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളവും അതുപോലെ തന്നെ ചോറും ഒക്കെ വേകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഉപ്പ് നമുക്ക് വേണമായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തത്, അതിലേക്ക് 4 കപ്പ് വെള്ളം. ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അരി, അത് നമുക്ക് ചേർക്കാം. ഇനി ഇത് ഈ വെള്ളം പറ്റി അരി വേകുന്നിടം വരെ ഇടയ്ക്ക് ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരി വെന്തിട്ടുണ്ട്, കുറച്ച് ഈ വെള്ളം കൂടി ഒന്ന് വറ്റിയാൽ മതി. കുറഞ്ഞ തീയിൽ ഈ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇതാ റൈസ് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഈ ചൂട് മാറിക്കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ നല്ല ചൂടിലിരിക്കുകയാണല്ലോ, കുറച്ചുകൂടി ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടും. നമുക്ക് തീ നിർത്താം. നമ്മുടെ ബേക്ക്ഡ് ഫിഷും റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല മസാല ഒക്കെ പുരട്ടിയിട്ട് ഫിഷ് ബേക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ നാരങ്ങാനീരൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ടും ക്യാപ്സിക്കം ഒക്കെ ഉള്ളതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയും ഉപ്പും കുറച്ച് എരിവും ഒക്കെയുള്ള അത്യാവശ്യം സ്പൈസിനെസ് ഒക്കെയുള്ള ഒരു ഫിഷ് ബേക്കാണിത്. അതിൻ്റെ കൂടെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ ആ മസാല തന്നെ ഉപയോഗിച്ച് നമ്മൾ സ്പൈസി റൈസും റെഡിയാക്കി. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.